രഞ്ജിത്ത് സാറിൽ എന്താടാ ചെയ്ത്? രഞ്ജിത്ത് സാറ് എങ്ങനെയോ ഷായ് സാറിന്റെ ബോഡി कंट्रोल तो पकड़। हाँ उस दिन का सीन बता रहे हैं। मुझे लग रहा था ये पागल है। അളിയ നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. साल को बता दिया घर में बैठा है। അളിയ കുടുംബ പ്രശ്നം തൽക്കാലം അവിടെ നിൽക്കട്ടെ. അളിയൻ എന്തിനാണ് ഈ കോളേജിൽ കിടന്ന ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയത്? കുറച്ച് 5-10 വർഷമായി ഞാൻ ആ കോളേജിൽ പട്ടിയെ പോലെ പണിയെടുക്കുന്നു. സമയത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാനും പറ്റുന്നില്ല. ആരോ എന്നെ നിയന്ത്രിക്കുന്നു. समझ गया था वो जैसा उसने उसके साथ किया था वैसे इसके साथ हो रहा है। അളിയ ആര് നിയന്ത്രിക്കാൻ? ആരാന്ന് എനിക്കങ്ങനെ അറിയാടാ പുല്ലേ. എന്താ അളിയ? സംഭവം എനിക്ക് മനസ്സിലായി. ഞാനല്ല പിടിക്കുന്നത്. जो जो उसके साथ हो रहा हो वही इसके साथ। പഠിപ്പിച്ച സാറാന്ന് നോക്കൂലേ. परेशान हो गया था ये भी। ഡോക്ടറെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞ വേറെ കുഴപ്പമൊന്നുമില്ല. കൂടി എന്തോ ഒരു ഭ്രാന്ത ഇറങ്ങി പോളോ. ഇവിടെ ഒരാൾ നിൽക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. പോകേണ്ടവർക്കെല്ലാം പോവാം. अबे इसके बाद भी छोड़ के चले गए थे फिर। तब ये अकेला हो गया था। तो फांसी लगाना चाह रहा। अच्छा उस दिन ये भी कर रहा था ऐसे। ओहो उसने फैन तोड़ा था तो इसका भी फैन टूट गया। सब हुआ इसके कंट्रोल करने वजह से सभी कंट्रोल में हो गया। वो तब क्या करी कॉलेज तब हुआ था सोल की अदला बदली। ഷാജി സാറ് രഞ്ജിത്ത് സാറിന്റെ ബോഡിയിൽ എനിക്കെന്താണ് സംഭവിച്ചത്? ഇതിനെല്ലാത്തിനും കാരണം ഈ രഞ്ജിത്ത് സാറാ. അല്ല, ഞാൻ ഷാജിയാണ്. ഞാൻ നിങ്ങളെ പോലെ പെട്ടിരിക്കുവാ. ദിസ് ഇസ് മൈ ബോഡി. എന്താന്ന് എനിക്ക് മനസ്സിലായി. എടാ നിന്റെ ഈ ലെക്ചർ അടി നിർത്തിയിട്ട് എന്റെ ഈ ബോഡിയിലേക്ക് എങ്ങനെ തിരിച്ചു കയറാൻ പറ്റുമെന്ന് പറ. അല്ല വെയിറ്റ്, ഉറപ്പില്ല. എന്റെ ബോഡിക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കടാ. എടാ ഇനി തിരിച്ചു കയറാൻ പറ്റില്ലേ? उठ के खड़ा आत्मा इसके अंदर आ गई। ये भी आ गई। ओ चुनाव वाले ओ जितिन को मारने के लिए आ गए। ഡൈസ് അത് കൊടുത്തോണ്ട് പുറത്തോട്ടോ. അവന്മാരിട്ട് ചലക്കുന്ന എന്റെ ബോഡിക്കല്ലേ. നിങ്ങളോട് रोकने लग गए। ये एक्टिंग करने लगे। इसकी सुन लिया उन्होंने। कहाँ पहुँच गए? कैंटीन में, लैब में। अच्छा लैब में पहुँच गए। സാറ് ഞാനായിട്ട് ജീവിക്കേണ്ടി വരും. എനിക്കതൊരു പ്രശ്നമല്ലെങ്കിലോ. ചുമ്മാ മാസടിക്കല്ലേ സാറേ. എനിക്കറിയാം സാറിന് നമ്മുടെ കയ്യില. എന്താടാ ഭീഷണിയാണ്? സാറേ ഞാൻ പറയുന്നത് സാറൊന്ന് മനസ്സിലാക്കുക. എൻ്റെ ജീവിതം വെച്ച് സാറ് കളിച്ച് ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്നോ ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ. इसको भी नहीं पता क्या? ഷാജി, ജിതിൻ, രഞ്ജിത്ത് സാർ ആദ്യം
ഷാജി സാറിനെ കൺട്രോൾ ചെയ്ത്. रंजीत ने साजी को कंट्रोल किया था. रंजीत ने ഇടയിൽ ജിതിൻ കയറി രഞ്ജിത്ത് സാറിനെ വെട്ടി. ആദ്യത്തെ വെട്ട് ക്യാൻസൽ. ഈ സമയത്ത് ഷാജി സാറ് ജിതിനെ अच्छा टोकन उड़ाया था. अच्छा അല്ല ബോഡി കൺട്രോൾ മാറി ബോഡി സ്വാപ്പായി. ഇപ്പൊ മനസ്സിലായോ? ഇത് കളിയുടെ നിയമ. എടാ നീ ഷാജി സാറിനെ വിളിച്ച. Good morning, sir. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. इसको घबराहट हो रही है. Good morning, sir. ഗുഡ് മോർണിംഗ്. इसके एक डायसेसी के पास आ रहे गेम कैसे खेलेंगे. ओ എടാ ഹലോ, എടാ നീ മെക്കാനിക്കൽ ലാബിലോട്ട് ഷാജി സാറിനെ വിളിച്ചോണ്ട് വരാമോ? എടാ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേ. अबे साजी चला गया. നമ്പറിൽ വിളിച്ചാലല്ലേ ഷാജി സാറിനെ കിട്ടത്തുള്ളൂ. സാറേ അങ്ങനെ പറഞ്ഞ ഞാൻ ഈ രഞ്ജിത്തായിട്ട് തന്നെ ഒന്ന് അർമാദിച്ചാലോ എന്ന് ആലോചിക്കുക. സാറിന് എന്താ ഇത് പ്രാന്തായ? സാറ് രഞ്ജിത്തായിട്ട് പറയും. ഞാൻ ഇനി കുറച്ച് നാൾ അവനായിട്ട് ജീവിക്കാൻ പറ്റുമെന്നോ? ओ रंजीत के घर पे चला गए. ഇനി എന്ത് ചെയ്യും? उसके घर तक चला गया. ओहो आगे उसका डॉगी. अबे अच्छा पहचान लिया. बच गया. ओ വന്നേ 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 രാജാ നിന്നെ തല തിരിഞ്ഞേ മറിഞ്ഞതേ ഇനി ഇവനെ. വന്നേ 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 രാജാ നിന്നെ തല തിരിഞ്ഞേ മറിഞ്ഞതേ ഇനി ഇവനെ. ഉറങ്ങാനും പറ്റില്ല. എന്താ എടാ എന്നെ കാണുന്നവരെല്ലാം ഷാജി സാറേ എന്ന് വിളിക്കില്ലേ? എടാ നിങ്ങൾ उसमें ही था. അത് എന്റെ അമ്മ ഇയാള് രഞ്ജിത്ത് സാറിനേക്കാൾ ഓവറാണ്. ഹാർട്ട് എടുക്കൂലേ നിങ്ങള്? എടുക്കും. കിഡ്നി എടുക്കൂല്ലോ അല്ലേ? എടുക്കും. അത് डोनेशन पे फॉर्म भर दिया. ओ बॉडी डोनेशन. അവളെ മാറി പേടിക്കണ്ട. എല്ലാവർക്കും ഉള്ള കേക്ക് ഈ രഞ്ജിത്ത് സാറിനാണ്. Thank you, sir. കാര്യമായിട്ടൊന്നും എഴുതണ്ടല്ലോ അല്ലേ? पता नहीं क्या लिख रहा था. പുള്ളിയെ ഡൈസ് അല്ലേ പേപ്പർ. ഷാജി ഫ്ലവർ അല്ല ഫയറാണ്. ഉച്ചിച്ച് തള്ളിയില്ലടാ. അയാളുടെ ഒരു ഫ്ലവറും പയറും അടിച്ചവന്റെ ജിതിനെ ടപ്പാൻ. ഓ സോറി സാർ. ആ ഷാജിനെ ഒരു 10 മിനിറ്റ് എൻ്റെ എത്താം, ഞാൻ സാധനം എടുത്തുതരാം. എന്റെ പൊന്ന് സാറേ ഈ അവസ്ഥയിൽ ഞാനോ സാറോ പുറത്തിറങ്ങിയ അല്ലാതെ ഈ കാർട്ടൂണുകളെ കൊണ്ടൊന്നും നടക്കില്ലല്ലോ. ഞാൻ ഈ വീഡിയോ സമ്മതിക്കില്ല. ജിതിൻ പറയട്ടെ, അല്ല ഷാജി സാറ് പറയട്ടെ. എടാ ആരുത് ജിതിനെ എന്താടാ വേണ്ടത്? വെച്ചിട്ട് അതൊരു തേങ്ങ നടക്കാൻ പോലുള്ള. പിന്നെ ആ ഡൈസ് ഇട്ട് കഴിയുമ്പോൾ നീയൊക്കെ എനിക്കിട്ട് മടിയില്ലെന്ന് എന്താ ഉറപ്പ്? അത് വേണ്ട. डैश में तो बोर्ड रख देगा. ബോർഡ് എന്റെ ഇരിക്കട്ടെ, താക്കോല് സാറിന്റെ ഇരിക്കട്ടെ. बोर्ड उसने रखेगा और की वो रखेगा. अब देखते हैं क्या होता है. എന്താ സാറേ കണ്ണാടിയിൽ നോക്കുന്ന പോലെ ഉണ്ടല്ലേ? സാറെന്താ വിചാരിച്ചത്? ഇത് തെറ്റായി പോയി എന്ന് ഷായി സാറിന് ഒരു ദിവസം മനസ്സിലാവും. അപ്പൊ സാറ് തന്നെ ആ ഡൈസുമായിട്ട് വരും. അത് ഗുഡ് മോർണിംഗ്. क्लास में चला गया. ओ ഹലോ, ഈ ബോർഡൊന്നും തുടക്കണമല്ലോ. എന്താ നിനക്ക് കയ്യില്ലേ? നീ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ബഹുമാനിക്കണം.
ഡയലോഗ് അടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ചെയ്യടാ. ഓ സീരിയസ് എടുക്കണേ. ഓ എന്ത് നിന്റെ അണ്ണാക്കിലെ പിരിവെട്ടിയ അണ്ണാക്കിലെ പിരിവെട്ടിയ ശരി ശരി എടുത്തോട്ടെ. ബാത്തിലേക്ക് മൊത്തത്തിലൊന്ന് കൂടിയല്ലേ, പിള്ളേർ മൊത്തത്തിൽ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഡൈസ് എവിടാ? എൻ്റെ കയ്യിലില്ല. നിന്റെ കയ്യിലില്ലെന്ന് എനിക്കറിയാടാ. നീ അതെവിടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരിക്കൽ എന്നോട് ചെയ്തതാ. എനിക്കെന്നോട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു അംശം പോലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നിനക്കിട്ട് പണിയാനാണെങ്കിൽ എനിക്ക് മന്ത്ര ചാക്കു. ഓഹോ പറടാ. കൊന്നാലും പറയില്ല രഞ്ജിത്ത്. നീ കൂടുതലും ഊഹിക്കല്ലേ. കൊല്ലം കൊന്നു. കമാൺ പറ. പറ. कुछ नहीं किया उसने. ഓ बच गया. സാറേ ഇയാള് മരിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. അതെ. सबको खत्म कर देगा. ओहो രഞ്ജിത്ത് സാറേ, അത് ഞാൻ മുട്ടിയപ്പോ കയറിയതാ. സാറെന്തിനാ ഡൈസ് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ കൊല്ലൂന്ന് പറഞ്ഞത്? ഇനി ജന്മം ചെയ്ത ഇവിടെ വെച്ച് തന്നെ നിനക്ക് ഇന്ത്യയുടെ മാർക്കോണോ? തീർന്നിട്ടില്ല. മതി. इंटरनल मार्क्स ही पढ़ी. സാറേ പതിയെ സിബിട്, അതെന്റെയാണ്. എന്തെങ്കിലും കുഴപ്പം പറ്റി എനിക്കാണ് പ്രശ്നം. നീ പറഞ്ഞിടത്തൊക്കെ ഞാൻ എന്തിനാണ് തന്നെ മോനെ. ഞാൻ ഒരു കാര്യം പറയാം. मदद करने के लिए राजी नहीं. പെട്രാ. ഒരു സൈഡിൽ ഞാനായിട്ട് ജീവിക്കുന്ന രഞ്ജിത്ത് സാറും മറു സൈഡിൽ ചത്താലും എടാ, ഇനി മുതൽ നീ ഷാജി സാറിന്റെ കൺവെട്ടത്തിൽ തന്നെ ഉണ്ടാവണം. നീ രഞ്ജിത്ത് സാർ എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. कहाँ छुपा रखी है? ഇക്കൊല്ലത്തെ ആർട്സ് ഡേക്ക് സാറിന് സ്റ്റാഫ് കൺവീനർ ആയിട്ട് നിൽക്കാൻ പറ്റുമോ? ചീഫ് ഗസ്റ്റ് ബേസിൽ ജോസഫാ സർ. चीफ गेस्ट. ഇടി മുഴങ്ങും വന്നേ രാജാ നിന്നെ തല തിരിഞ്ഞേ. लेकिन है उसमें क्या है ये? ओ उसमें भी नहीं है. എടാ ജിതിനെ, ഈ ഡെറിവേഷൻ ഒന്ന് പറഞ്ഞുതരാമോ? എത്ര നാളെ എന്താ അവിടെ പ്രശ്നം? ഭയങ്കര ഷോയാ സാറേ. ഷോയോ? ഞാനുള്ളപ്പോഴും അഡ്രാ. ये लड़ाई करवा. എനിക്കിത് പുതുവഴി, നിനക്കത് ചതിക്കുഴി. हाँ तो डॉगी भी है. आ गया डॉगी. अबे गए थे बैंक. അവിടെ കിടന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനിയോട്ടോ പേടിയാ. എടാ, എനിക്ക് ഞാൻ അടിച്ചാലും തുള വീഴുന്ന ആ ഷാജിയുടെ ഈ ശരീരമല്ലേ. എനിക്കിപ്പോ മദ്യപിക്കണം. നീ നകുലിനെ വിളി. पीने का प्लान बना रहे हैं. बियर की बोतल आ गई. വെള്ളം ചേർത്ത് കുടിക്കാനാ പറഞ്ഞത്. എടാ, ഇത് പൊട്ടിച്ചൊന്നും തന്നെ. ഞാൻ പൊട്ടിക്കാം. എന്നാ പിടി. വേഗം പൊട്ടിച്ചാ. എടാ, ഗ്ലാസ് വാങ്ങിയോ? ഇല്ല. എടാ, വേറെ സാധനം വാങ്ങിട്ടോടാ. एक और बोतल लाएगा. നോക്കി കുടിക്കടാ, തീർത്തോ. ओ फेस्ट चल रहा है. അടുത്ത പട്ടിച്ചോ കാണുന്ന ഇയാളുടെ तो ऐसे ही फिरा. ഇതെന്താടാ പച്ചവെള്ളോ? अच्छा वो पी रहा है, ऐसे नशा चल रहा है. ओ बैंक. നാക്കൊക്കെ കൊഴിഞ്ഞ് തലറിഞ്ഞ് വീണ്. ഇവിടെ ഒരുത്തനൊരു പാതി കുപ്പിയായി അടിക്കുന്നത്. ओ, अब समझ जाएगा ये. അപ്പൊ അവരോട് അടിച്ചു കഴിഞ്ഞാൽ ഫിറ്റാവുന്നത് ഷാജി സാറാണ്. ये हो रहा है इसमें. ആണ് പോണു. മദ്യോ മോനെ ബ്രാൻഡ് പറ മോനെ.
पता नहीं അത് ഒരാളെ കൊണ്ട് കുടിപ്പിച്ച് കുറച്ച് സത്യം പറയിക്കണം. അതിന് പറ്റിയൊരു കുപ്പി. ला गया एक और. अच्छा अब वो बेहोश हो जाएगा तब पिक्चर पकड़ देंगे और उससे पता लगा देंगे. നാളെ അടിച്ച തീ തുപ്പും. എന്നാലും ഇവൻ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പുള്ളിക്ക് ഞങ്ങളൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. कार आ गया आ गए वापस. ചോദിക്കാം ആ ഡൈസ് എവിടെ? തരില്ല. നകുലേ കുപ്പിയാറോ പറ സാറേ. പറയില്ല. वो फिर है ആ എനിക്ക് മനസ്സിലായടാ. उसे नचा चढ़ने लग गया. उसकी हालत खराब हो. സാറേ എടാ നീയൊക്കെ കൂടി ആളെ കൊന്ന. ഇയാളെ ചത്ത രഞ്ജിത്ത് സാർ കണ്ട് തിരിച്ച് ഓടി കയറുന്നേ പേടിപ്പിക്കാറത്തില്ലേ? हॉस्पिटल में पहुंचा दिया. പൊന്നു റംസാദൊന്നും മിണ്ടാതിരിയാതെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരാൾ ചാവം കണ്ടതല്ല ഡൗട്ട്. എടാ പറഞ്ഞതറിയില്ല, ടെൻഷൻ ആക്കല്ലേ പ്ലീസ്. അല്ല ബ്രെയിൻ ബോഡിയിലല്ലേ? കാട്ടിട്ട് വാടാ. ഈ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്, പക്ഷെ ആൽക്കോഹോൾ ഇല്ല. എന്താ ശരിക്കും സംഭവിച്ചത്? സാറേ പുള്ളി ഉറക്കണീറ്റപ്പോ നിങ്ങൾ പറയുന്ന പോലെ തലയിടിച്ച് വീണപ്പോൾ ബോധം പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. കോംപ്ലിക്കേഷൻ तो ज़्यादा ही हालत खराब हो गई उसकी. ഇനി നമ്മൾ എന്ത് ചെയ്യും? രഞ്ജിത്ത് സാറിന്റെ ബോഡിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അയാൾ അറിഞ്ഞാണ്ടല്ലോ നമ്മൾ ചത്ത്. നാശം. അവരവരുടെ ബോഡിയിലേക്ക് തിരിച്ചു കയറാൻ അയാൾ സമ്മതിക്കില്ല. എന്ത് ചെയ്യപ്പോ? ഇനി ഒരു साजे के बाद അയാളെ 2 ദിവസമായിട്ട് കാണാനല്ലേ അയാളവിടെ? കാണാനില്ല എന്ന് നമുക്കറിയാം. സാറേ ജിതിനെന്ന് ഒപ്പിട്ടേക്കുന്നേ? തൽക്കാലം അതും ഡൈസ് കിട്ടിയില്ല നീയാക്ക് തീരും. अब क्या करेंगे? ഫോൺ 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 കട്ട് ചെയ്യരുത്. उसका डिवोर्स होने वाला है. अब കയറാൻ പറ്റില്ല. बंदा चढ़ गया. ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി